അപ്പം ഞാനവിടെ ഈ പള്ളിയിൽ ഞാനവിടെ പോകാറുണ്ടായിരുന്നു. അവിടെയുള്ള സെയിൻറ്റ് ജോർജ് ദേവാലയം ഇങ്ങനെ ഒരുപാട് വെട്ടുകല്ലുകളുടെ പടവുകൾ കയറിയിട്ട് ചെല്ലുന്ന ഒരു ഓടിട്ട പള്ളിയാണ്. എൻ്റെ നിറകയിൽ വലിയ കുരിശും ഒക്കെ ആയിട്ടുള്ള ഒരു പള്ളി. ആ പള്ളിയൊക്കെ ഇപ്പോൾ പൊളിച്ചു പുതിയതായിട്ട് പണിത്. പക്ഷെ അവിടെ ഈ വരുന്ന പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ, കുട്ടികൾ, ഈ കുന്നുകൾ ഇറങ്ങിയിട്ട് വരുന്നു, സ്കാർഫ് കെട്ടിയിട്ടുള്ള പെൺകുട്ടികളും ഇവരൊക്കെ അവിടെ ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പാപം എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുന്നു. അപ്പോൾ അത് എന്താണ് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ പ്രവൃത്തികളിലാണ് പാപം, ഈ പാപം ചെയ്യാത്തവർ ആരാണ്, പാപികളാരാണ് എന്നൊക്കെയുള്ള അതൊരു ചോദ്യമുണ്ട് അതിനകത്ത്. ശരിക്കും ഞാൻ എപ്പോഴും അത് ഒരു അക്രൈസ്തവനായിട്ടുള്ള എനിക്ക് പോലും ആ ചോദ്യം അവിടെ വെച്ചാൽ ഞാനൊരു പകുതി ക്രൈസ്തവനാണ് ശരിക്കും. കാരണം ഞാൻ ബൈബിൾ ദിവസവും വായിക്കുകയും വെന്തിങ്ങായിട്ട് നടക്കുകയൊക്കെ ചെയ്ത ആളാണ്. പറയാം ഞാൻ എന്തുകൊണ്ട് ആ സമയത്തും മതം മാറിയില്ല എന്നുള്ളതാണ് എന്നെ സംഭവിക്കുന്ന ഒരു വലിയ അത്ഭുതം. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം മനസ്സുകൊണ്ട് ഞാനെപ്പോഴും ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കൂടെയായിരുന്നു. ഞാൻ അവിടെയുള്ള അമ്പലത്തിൽ പോകുമായിരുന്നില്ല, പക്ഷേ പള്ളിയിൽ പോകുമായിരുന്നു. അതുകൊണ്ട് ശരിക്കും എനിക്ക് അവിടെയുള്ള ഏതെങ്കിലും ക്രിസ്തീയ പെൺകുട്ടിയെ സ്നേഹിക്കാൻ അവരുടെ കൂടെ ആ പുഴയുടെ തീരത്ത് വീട് വെച്ചിട്ട് ജീവിക്കുകയും വലിയ ഈ പാതി ക്രിസ്ത്യനും പാതി ഹിന്ദുവായിട്ടുള്ള ഒരു കുട്ടികളെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു വേണമെങ്കിൽ. അത് സംഭവിച്ചില്ല. പക്ഷെ അപ്പോഴും ഈ വിശ്വാസക്രമമൊക്കെ അതെവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും വായിക്കുകയും പ്രത്യേകിച്ചിട്ടും ഈ കാപ്പനച്ചൻ്റെ പുസ്തകം ജീസസ് ആൻഡ് ഫ്രീഡം എന്നൊക്കെ പോലുള്ള പുസ്തകം, ലിബറേഷൻ തിയോളജിയുടെ ആശയങ്ങൾ, അതൊക്കെ അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ പിന്തുടരുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസൻ്റെ പുസ്തകത്തിൻ്റെ അതിനകത്ത് ഈ പുതിയ നിയമം അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടേ ഇല്ല. അതിനകത്ത് യേശു ഒന്നും കടന്നു തരുന്നില്ല. പക്ഷേ കണ്ണാടിക്കടൽ എന്ന് പറഞ്ഞ ഒരു നോവൽ പിന്നീട് ഞാൻ എഴുതി, ഒരു ചെറിയ നോവൽ. അത് ഇവിടെ നമ്മുടെ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾ നടത്തിയിട്ടുള്ള ഒരു വലിയ സമരം ഉണ്ടായിരുന്നു. ഒരു 70കളുടെ അവസാനമോ 80കളുടെ തുടക്കത്തിലുമൊക്കെ ആയിട്ട്. സിസ്റ്റർ ആലീസ്, ഫിലമൻ മേരി തുടങ്ങിയിട്ടുള്ളവർ, മറ്റേ തോമസ് കോച്ചേരി, അവരൊക്കെ ചേർന്നിട്ട് നടത്തിയ ഒരു വലിയൊരു വേവായിരുന്നു അത് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിലാണ് ശരിക്കും ആ നോവൽ ചെയ്തത്. ഞാൻ കൃത്യമായിട്ടുള്ളൊരു സ്ഥലം അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അതും വളരെ ബിബ്ലിക്കലാണത്. കാരണം ഒരു ക്രിസ്ത്യ ജീവിതമായിട്ട് ക്രിസ്തുവിൻ്റെ ജീവിതമായിട്ട് ബൈബിളൊക്കെ ആയിട്ട് അത്രയേറെ ബന്ധപ്പെട്ടതാണ് ഈ ബുക്ക് കച്ചേരികൾ. പ്രത്യേകിച്ചിട്ടും ആലപ്പുഴയൊക്കെയുള്ള നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ വടക്കൻ തീരങ്ങളിൽ അധികം അവിടെയുള്ള വിഭാഗങ്ങളാണ്, മൊഗയർ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളാണ്. പക്ഷേ ഇവിടെ അതല്ല. ഈ ലത്തീൻ കത്തോലിക്ക് വിശ്വാസികൾ, അവരുടെ ഒരു പരിക്കൻ ജീവിതം, ആ ജീവിതത്തിൽ ക്രിസ്തു സാന്നിധ്യമാണ് അതിനകത്ത് അന്വേഷിച്ച്. അതിന് ആ നോവലിൻ്റെ പിന്നിൽ ശരിക്കും ലിബറേഷൻ തിയോളജിയുടെ ആശയങ്ങൾ അതിനകത്ത് ഉണ്ട്. കാരണം അത് കാപ്പനച്ചനൊക്കെ എഴുതിയിട്ടുള്ളത്, ഈ ലാറ്റിൻ അമേരിക്കൻ ചില പുരോഹിതന്മാർ എഴുതിയിട്ടുള്ളതിൽ അതിലുള്ള ചില ഈ സന്ദേശങ്ങൾ, ഇപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം, ചരിത്ര പുരുഷനായിട്ടുള്ള ക്രിസ്തു എന്താണ്, ക്രിസ്തു പ്രവർത്തിച്ച ഈ രീതികൾ എന്തൊക്കെയാണ്, അധികാരവും ഈ ധനവും ഒക്കെ ഈ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, ക്രിസ്തു എങ്ങനെയാണ് അതിനെയൊക്കെ നിരാകരിച്ചത്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതിലൊന്നും വലിയ ചോദ്യങ്ങൾ. പക്ഷെ അതിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ക്രിസ്തു തന്നെയാണ്, ഒരു കഥാപാത്രമില്ല, വെളിയിൽ നിന്നൊരു. കാരണം ക്രിസ്തു സദൃശ്യനായിട്ടുള്ള ഒരാൾ ഈ മുക്കുവച്ചേരിയിലേക്ക് മീൻപിടുത്തക്കാരുടെ ഇടയിലേക്ക് വരികയും, അത് പഴയ ബൈബിളിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ അവരെ മീൻ പിടിക്കുന്നവരായിട്ട് തന്നെ നിർത്തുന്നു. അവർ മനുഷ്യരെ പിടിക്കാനൊന്നും തോന്നുന്നില്ല, മീൻ പിടിക്കുന്നവരായിട്ട് നിർത്തുകയും അവിടെ വള്ളങ്ങളിൽ കടലിൽ പോവുകയും വലിയ വലിയ മീനുകൾ കൊണ്ടുവരികയും
പക്ഷേ അവർക്ക് ജീവിതത്തിൻ്റേതായിട്ടുള്ള സംഘർഷങ്ങളിൽ അവർക്ക് തുണയായിട്ട് ഇങ്ങനെ ഒരു സങ്കല്പം, ക്രിസ്തു സങ്കല്പമുണ്ട്. അതും ഒരു സ്ഥാപനവൽകൃതമായിട്ടുള്ള ഒരു സഭയുമായിട്ടുള്ള ഒരു അകലം അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതാണ് അതിനകത്ത് പ്രമേയമായിട്ട് വരുന്നത്. ഇത് തമ്മിലുള്ള സംഘർഷം. ഈ സംഘർഷം പലരും ആവിഷ്കരിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാനില്ല. ഇങ്ങനത്തെ ഒരു തിയറി അല്ലാതെ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഇപ്പം ഡോസ്റ്റോവസ്കി അദ്ദേഹത്തിൻ്റെ ഈ ബ്രദേഴ്സ് കാരംസോവിൽ അതിലുള്ള ഒരു ഖണ്ഡം മതദ്രോഹ വിചാരകൻ എന്ന് പറയുന്ന ഒരു വലിയ ഖണ്ഡം, അത് വലിയൊരു കാവ്യം പോലെയുള്ള അത്രയും ഗഹനമായിട്ടുള്ള ഒന്നാണ്. ക്രിസ്തുവിനോട് ഇങ്ങനെ എവിടെയെങ്കിലും പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് പറയുന്നത്. അത് ആ കാലത്തേ ഉള്ളതാണ്, ദോസ്റ്റോവസ്കിയുടെ കാലത്തേ ഉള്ളതാണ്. അത് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് പിന്നെ എൻ്റെ ഒരു വലിയൊരു കൗതുകം, ഈ പരൽമീൻ നീന്തുന്ന പാഠം വായിച്ചപ്പോഴാണ് എങ്ങനെയാണ് ഇത്ര ഈ ഓർമ്മയുടെ വാതിലുകൾ ഇങ്ങനെ തള്ളി തള്ളി തുറക്കുന്നത്, ചെറിയ ചെറിയ ഓർമ്മകൾ ശേഖരിച്ചു വെക്കുന്നത്. ഈ ചെറുപ്പത്തിലെ കാര്യങ്ങളാണ് എനിക്ക് വളരെ സൂക്ഷ്മമായിട്ട് ഓർമ്മയുള്ളത്. ഇപ്പോഴും ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ എന്ന് പറയുന്നത്, അത് ഏറ്റവും പഴയ ഓർമ്മ. ഞാനത് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല. ഈ അമ്മ എന്നെ എടുത്തിട്ട് ഒരു മാവിൻ്റെ ചോട്ടിൽ നിൽക്കുന്നു. ഞാൻ ഗ്രഹണി ബാധിച്ചുള്ള അവസ്ഥയിലാണ്, ഈ നെഞ്ചും കൂടൊക്കെ ഉന്തിയിട്ട് ഏതാണ്ട് മരിക്കാറായ ഒരവസ്ഥയിൽ. അപ്പോൾ നമ്മളെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ തെങ്ങ് കയറ്റക്കാരനും മരം കയറ്റക്കാരനൊക്കെ ആയിട്ടുള്ള ഒരാൾ ഇതിന് മേലെ കയറിയിട്ട് ഈ ചോണനുറുമ്പുകളുടെ കൂട് എടുക്കണം. അതുകൊണ്ടാണ് ഈ ഗ്രഹണിക്ക് മരുന്നുണ്ടാകുന്നത്, അതിൻ്റെ മുട്ടകൾ എടുത്തിട്ട്. അപ്പോൾ ഇതിനകത്ത് മുഴുവനും ചോണനുറുമ്പുകളാണ് ഈ മരത്തിൽ, മാവ്. അപ്പോൾ ഇയാൾ ഈ ചോണനുറുമ്പുകളുടെ കടിയേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദേഹം മുഴുവനും വെണ്ണീര് പൂശിയിട്ട്, ഈ താറെടുത്ത് ദേഹം മുഴുവനും വെണ്ണീര് പൂശി. അപ്പോൾ ഒരു വെളുത്ത രൂപം ഇങ്ങനെ മാവിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴും. അന്ന് എനിക്ക് 1-2 വയസ്സേ ഉണ്ടാവുള്ളൂ. ശരി. അപ്പം അമ്മ ഇങ്ങനെ തന്നെ എടുത്തിരിക്കുന്നു, ഇതിങ്ങനെ കയറി പോകുന്നു. പിന്നെ അതിൻ്റെ ചികിത്സേൻ്റെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ ഒരു വിഷ്വൽ അവിടെ ബാക്കിയുണ്ട്. അത് ഇതേപോലെ പല വിഷ്വൽസും എനിക്ക് ഇതേപോലെ ബാക്കിയുണ്ട്. ഞാൻ ഈ ആദ്യമായിട്ട് മീൻകറി കഴിച്ച ഓർമ്മ എനിക്കുണ്ട് ഇപ്പോഴും. അത് അന്ന് ഞാൻ വളരെ ചെറുതാണ്. ഈ ഒരു പ്രായത്തിൽ അമ്മ എന്നെ അടുത്തിരുത്തിയിട്ട് ഒരു പിഞ്ഞാണത്തിൽ, വെളുത്ത പിഞ്ഞാണത്തിൽ ഈ മീൻകറി, ആ മീൻകറി എന്ന് പറഞ്ഞാൽ കുറച്ച് സവിശേഷമാണ്. അത് ഈ തിരുവിതാംകൂർ ഭാഗത്ത് ഇല്ലാത്തത്. ഈ മോരൊഴിച്ചിട്ട് വെക്കുന്ന മീൻ, മോരൊഴിച്ച മീൻകറി എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുള്ള കോട്ടയത്തുള്ളവരൊന്നും അറിയില്ല. അപ്പം അതിൽ ചില പ്രത്യേകതരം മീനുകൾ, ഈ നത്തോലി, ഈ ചെറിയ ചാള, അതുപോലെ അവിടെ മുള്ളൻ എന്ന് പറയുന്ന മീൻ, കുറിച്ചി മുള്ളൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു നോങ്ങൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനുണ്ട്, ചെറിയ പുഴയിലുണ്ടാകുന്നു. അപ്പം ഇങ്ങനെ ചുരുക്കം ചില മീനുകൾ മോരൊഴിച്ച് കറി വയ്ക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് കഴിച്ച മീൻകറി മോരൊഴിച്ച മീൻകറിയാണ്. അമ്മ ഇതെടുത്ത് എനിക്ക് നാവിലിങ്ങനെ വെച്ചായിരുന്നു. എനിക്ക് അന്ന് ഓർമ്മയുണ്ട്. ഇതിനും ഒരുപാട് പഴക്കമുണ്ട്, 10-70 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷെ അത് ഇപ്പോഴും ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം നമ്മുടെ ഈ ബാല്യത്തിൽ ഈ നമ്മുടെ ആ വീട് പരിസരങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ, അതിൻ്റെ ഈ മഴക്കാലങ്ങൾ, വേനലുകൾ, അതെല്ലാം ഓർമ്മയുണ്ട്. അത്തരത്തിലുള്ള ഈ അന്നത്തെ മണം, ഗന്ധങ്ങൾ, ചെറിയ ചെറിയ ചലനങ്ങൾ. അപ്പോൾ അതിൽ ഈ പരമനന്ദ പാഠത്തിൽ ഞാൻ ഈ ഗന്ധങ്ങളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് അന്ന് വലിയൊരു ദാരിദ്ര്യമാണ്, വെറുതെയാണ്, ഒന്നുമില്ല. ഈ കാലണ, അരയണ, മുക്കാൽ, ഒരണ, 4 അണ, ഇതാണ്. അതിൻ്റെ ഏറ്റവും ചെറിയ നാണയങ്ങളാണ് നമ്മൾ കാണുക പോലും ചെയ്തത്. അപ്പോൾ ഈ പൊൻകുന്നം വർക്കിയുടെ ഒരു കഥയിൽ ഒരാൾ സിനിമ കാണാൻ പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അയാൾ ടിക്കറ്റ് എടുക്കാതെ ഈ തിയേറ്ററിൻ്റെ വാതിലെല്ലാം അടപ്പ് ചെന്നിട്ട് അയാൾ 1 അണ എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ 2 അണയാണ് ടിക്കറ്റ്. അപ്പോൾ
അയാൾ പറഞ്ഞു ഒരെണ്ണയല്ല, എനിക്ക് ഒരു കണ്ണേ ഉള്ളൂ എന്ന്. കാണാനായിട്ട്. ആ ഒരു കൗതുകമില്ല. ഞാൻ ആ അണ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിരുന്നത് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ ദാരിദ്ര്യം ആയതുകൊണ്ട് ഈ അണ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ